नमस्ते बच्चों। मनीषदा पाठ का दूसरा भाग है। देखो, सहानुभूति चाहिए महाविभूति है यही, वशीकृता सदैव है बनी हुई स्वयं मही। विरुद्धवाद बुद्ध का दया प्रवाह में बहा, विनीत लोग वर्ग क्या न सामने झुका रहा। आहा वही उदार है परोपकार जो करे, वही मनुष्य है कि जो मनुष्य के लिए मरे। शब्दार्थ देखो। वशीकृता, वशीकृता वश में की हुई। सदैव, सदैव हमेशा। मही धरती। विरुद्धवाद विरोध में चलने वाली बातें। दया प्रवाह, दया का तीव्र भाव। विरुद्धवाद बुद्ध, इसका मतलब ये है बुद्ध ने कारुण्यवश उस समय की पारंपरिक मान्यताओं का विरोध किया था। परोपकार, दूसरों की भलाई। कवि कहते हैं मनुष्य में सहानुभूति की भावना जरूर होनी चाहिए। यह सहानुभूति मनुष्य की सबसे बड़ी पूंजी है। കവി പറയുകയാണ്, മനുഷ്യനിൽ സഹാനുഭൂതി എന്ന ഭാവനയാണ് തീർച്ചയായിട്ടും വേണ്ടത്. ഈ സഹാനുഭൂതി മനുഷ്യനെ വളരെ അവനെ ഏറ്റവും മഹാനാക്കുന്നതും അവനെ പൂജനീയനാക്കുന്നതും അവനെ ആദരണീയനാക്കുന്നതുമെല്ലാം അവൻ്റെ സഹാനുഭൂതി എന്നുള്ള ആ ഭാവനയാണ്. इस गुण के कारण समस्त पृथ्वी के जीवजाल प्यार के बंधन में बांधे हुए हैं. ഈ സഹാനുഭൂതി എന്ന ഗുണമുണ്ടെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സ്നേഹമെന്ന ബന്ധനത്തിൽ ഒരേപോലെ എല്ലാവരും ബന്ധിച്ചു കിടക്കും. അതായത് സ്നേഹമാകുന്ന ബന്ധത്തിൽ എല്ലാവരും ബന്ധിക്കപ്പെട്ട് കിടക്കും. അവിടെ എന്ത് വേണം? സഹാനുഭൂതി എന്ന ഭാവന നമുക്ക് ഉണ്ടാവണം. गौतम बुद्ध ने वैदिक धर्म के विरुद्ध अपनी आवाज़ उठाई थी. चारों ओर से उनका विरोध हुआ. നമുക്കറിയാം മഹാത്മാ ഗൗതം ബുദ്ധ അദ്ദേഹം അക്കാലത്തെ ആ വൈദിക ധർമ്മത്തിന് വിരുദ്ധമായിട്ട് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, തൻ്റെ ശബ്ദമുയർത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് 4 പാട് നിന്നും ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. लेकिन उनकी करुणा को देखते हुए उनके अहिंसावाद के सामने സാധാരണ ജനത ഹമേശ ചുക്കി ഹി രഹി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഹിംസ എന്ന വാദത്തിന് മുൻപിൽ ലോകജനത മുഴുവൻ അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു നിന്നു. ഹാം ജോ പരോപകാർ കർത്തേ ഹുയെ ദൂസരോं के लिए जिए और दूसरों के लिए मरे वही सच्चा मनुष्य है. അതെ, ശരിയായ മനുഷ്യൻ അവനാണ് ആരാണോ പരോപകാരം ചെയ്യുന്നത്, മറ്റുള്ളവർക്കായിട്ട് നന്മ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നത് ആരാണോ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ആരാണോ. രഹോ ന ഭൂൽ കെ കഭി മദാന്ത തുച്ഛ വിത്തുമേ സനാഥ് ജാൻ ആപ്കോ കരോ ന ഗർവ് ചിത്തുമേ അനാഥ് കോൻ ഹേ യഹാം ത്രിലോകനാഥ് സാത്ത് ഹേ ദയാലു ദീന ബന്ധു കെ ബഡേ വിശാൽ ഹാത്ത് ഹേ. अतीव भाग्यहीन ही अधीर भाव जो करे, वही मनुष्य है कि जो मनुष्य के लिए मरे. शब्दार्थ देखो. मदांध, जो गर्व से अंधा हो, मद से अंधा हो. तुच्छ, तुच्छ कम. वित्त क्या है? वित्त धन संपत्ति. गर्व घमंड. अनाथ, अनाथ नाथ हीन बेसहारा. त्रिलोकनाथ, 3 लोगों के रक्षक. दीन बंधु, दीन दुखियों के रक्षक. विशाल हाथ, बहुत अधिक शक्ति होना. अधीर भाव, व्याकुल होना. कवि कहते हैं संसार में धन संपत्ति तो तुच्छ है, ऐसे तुच्छ संपत्ति पर गर्व करने से क्या फायदा.
इसलिए कवि कहते हैं कि भूल कर भी तुच्छ धन संपत्ति पर गर्व करते हुए इसके मद में अंधे मत बन जाओ. संसार में ധനസമ്പത്തി तो തുച്ഛ है. ഈ ലോകത്ത് ധനം, സമ്പത്ത്, പണം ഇതെല്ലാം വളരെ അതിന് തുച്ഛമാണ്, അതിന് യാതൊരു വിലയുമില്ലാത്ത വസ്തുക്കളാണ്. ഐസെ തുച്ഛ സമ്പത്തി पर गर्व करने से क्या फायदा? അങ്ങനെയുള്ള ആ തുച്ഛമായ സമ്പത്തിന് വേണ്ടി അഹങ്കരിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം? इसलिए कवि कहते हैं कि भूल कर भी तुच्छ धन संपत्ति पर गर्व करते हुए इसके मद में अंधे मत बन जाओ. നമ്മൾ ഒരിക്കലും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഈ തുച്ഛമായ ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്നത് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അത് അഹങ്കരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. अपने को स्वयं सनाथ मानकर मन में अहंकार मत करो. अपने को स्वयं सनाथ मानकर, താൻ സനാഥനാണെന്ന് സ്വയം കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. സച്മേ യഹ കോൻ അനാഥ ഹെ? വാസ്തവത്തിൽ ഇവിടെ ആരാണ് അനാഥര്? कोई भी नहीं क्योंकि तीनों लोगों के नाथ സാക്ഷാത് ഈശ്വർ ഹമാരേ സാത്ത് ഹെ. ഇവിടെ അനാഥരായിട്ടായിരുമില്ല. കാരണം എന്താണ്? ഈ മൂന്ന് ലോകത്തിൻ്റെയും നാഥനായ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. ഈശ്വരൻ കൂടെയുള്ളപ്പോൾ ആരാണ് അനാഥൻ? വഹ ദയാവാൻ ദീനോं के रक्षक ഈശ്വർ के हाथ बहुत विशाल है. ആ ദയാവാനായിട്ടുള്ള ദീനരുടെ ദുഃഖിതരുടെ രക്ഷകനായിട്ടുള്ള ഈശ്വരൻ്റെ കൈകൾ അത് വളരെ വിശാലമാണ്, വളരെ വലുതാണ്. ऐसी स्थिति में जो अधीर होता है वह अत्यधिक भाग्यहीन है. അങ്ങനെ ഈശ്വരൻ്റെ വലിയ കരങ്ങൾ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ ആരെങ്കിലും അധീരരാകുന്നത് അത്യന്തം ഭാഗ്യദോഷമാണ്. क्योंकि वही मनुष्य है जो दूसरों के लिए जीता है. वही मनुष्य है जो दूसरों के लिए जीता है. മറ്റുള്ളവരെ ജയിക്കുന്ന, അതായത് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് നന്മ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവരെ അങ്ങനെ നന്മയിലൂടെ ജയിക്കുന്നവരാണ്. ആ മനുഷ്യനാണ് ഏറ്റവും ജയിച്ചവൻ. अनंत अंतरिक्ष में अनंत देव है खड़े समक्ष ही स्वबाहु जो बैठा रहे बड़े बड़े परस्परावलंब से उठो तथा बैठो सभी अभी अमर्त्य अंगों में अपंग हो चढ़ो सभी रहो न योम की एक से न काम और काजरे वही मनुष्य है कि जो मनुष्य के लिए मरे. शब्दार्थ देखो. अनंत विशाल, अंतरिक्ष आकाश, समक्ष सामने, स्वबाहु अपनी भुजाएं, परस्परावलंब एक दूसरे का सहारा, अमर्त्य अंग देवता की गोद, अपंग कलंक रहित. यहाँ कवि कहते हैं विशाल आकाश की ओर देखो, वहाँ अनंत देवता अपनी भुजाएं बैठाकर खड़े हुए हैं. നമ്മൾ ആകാശത്തിലേക്ക്, വിശാലമായ ആകാശത്തിലേക്ക് നോക്കൂ. അവിടെ എണ്ണമറ്റ ദേവഗണങ്ങൾ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. വേ തുമേ സ്വർഗമേ ബുലാ രഹേ ഹെ, അവർ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. തും സബ് പരസ്പർ സഹാര ദേത്തെ ഹുയെ ഉഠോ അവർ സഭി ഉസ് അമര ലോക കി ഓർ ബിഠോ. നമ്മൾ എന്ത് ചെയ്യണം? തും സബ് പരസ്പർ സഹാര ദേത്തെ ഹുയെ ഉഠോ അവർ സഭി ഉസ് അമർ ലോക കി ഓർ ബിഠോ. നമ്മളെല്ലാവരും പരസ്പര സഹായത്തോടുകൂടി ഉണരാനും അതേപോലെ നമ്മൾ അമരലോകത്തേക്ക്, ദേവലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് മുന്നേറാനും തയ്യാറാവണം. ഇസ്കേലിയെ തും കളങ്കരഹിത ജീവൻ ജിയോ. നമുക്ക് സ്വർഗപ്രാപ്തി, അതായത് ദേവന്മാരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കളങ്കരഹിതം, അതായത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കളങ്കരഹിതരായിരിക്കണം. നമ്മൾ തെറ്റ് ഇല്ലാത്തവരായിരിക്കണം, പാപം ചെയ്യാത്തവർ ആയിരിക്കണം. നിഷ്കളങ്ക് ഹോക്കർ തും സബ് ഉഠോ അവർ അമര ലോകമേ ചढ़ जाओ. तुम इस तरह मत जियो कि एक दूसरे के किसी काम न आ सके. നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. കുട്ടികളെപ്പോലെ നിഷ്കളങ്കരായിട്ട് വേണം നമ്മൾ
സ്വർഗലോകത്തേക്ക് പോകുവാൻ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ജീവിക്കരുത്. എങ്ങനെ ജീവിക്കരുത്? മറ്റുള്ളവർക്ക് ഒരു കാര്യവും ചെയ്യാതെ, മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ നമ്മൾ ജീവിക്കരുത്. അർത്ഥാത് ഐസാ രഹോ ജിസസെ ഏക കാം ദൂസരെ സെ ചലേ. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് അവർക്കായിട്ട് ഉപകാരം ചെയ്ത് അവർക്ക് ഉപകാരപ്പെടുന്നത് പോലെ നമ്മൾ ജീവിക്കണം. വഹി മനുഷ്യഹേ ജോ മനുഷ്യ കേലിയെ മർത്താഹേ. അങ്ങനെയുള്ള മനുഷ്യനാണ് മനുഷ്യന് വേണ്ടിയിട്ട് മരിക്കുന്നത്. അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിച്ച് മരിക്കുന്നവനാണ്. മനുഷ്യ മാതൃ ബന്ധു ഹേ യഹി ബഡാ വിവേക് ഹേ പുരാണ പുരുഷ സ്വയംഭു പിതാ പ്രസിദ്ധ ഏക് ഹേ ഫലാനുസാർ കർമ്മ के अवश्य बाह्य भेद है परंतु अंतरैक्य में प्रमाणभूत वेद है. अनर्थ है कि बंधु ही न बंधु की व्यथा हरे वही मनुष्य है कि जो मनुष्य के लिए मरे. शब्दार्थ देखो. मनुष्य मात्र सभी मनुष्य, बंधु रिश्तेदार, स्वयंभू स्वयंभू स्वयं उत्पन्न होने वाला ईश्वर, फलानुसार कर्मों के अनुसार, बाह्य बाहरी, अंतरैक्य आत्मा की एकता, प्रमाणभूत साक्षी, व्यथा हरे कष्ट दूर करे. यही बड़े विवेक की बात है. मानव मात्र तुम्हारा भाई है क्योंकि स्वयंभू और पुराण ईश्वर ही मानव मात्र का एक ही परम पिता है. यही बड़े विवेक की बात है. मानव मात्र तुम्हारा भाई है. ഇവിടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനുഷ്യൻ, എല്ലാ മനുഷ്യരും ഭായിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബന്ധു, മനുഷ്യൻ എല്ലാവരും പരസ്പരം ബന്ധുക്കളാണ്. മനുഷ്യരെല്ലാവരും പരസ്പര ബന്ധുക്കളാണ്. കാരണം എന്താണ്? സ്വയംഭുവായ ഈശ്വരൻ, ആ ഈശ്വരൻ മാത്രമാണ് നമ്മുടെ എല്ലാം പിതാവ്. പരമപിതാവായ ഈശ്വരൻ്റെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യ മാതൃ തുമാരാ ഭായി ഹേ. എല്ലാവരും ബന്ധുക്കളാണ്, ഒരേ പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. कर्म तो बाह्य रूप से अलग अलग दिखाई देते हैं क्योंकि हमारे कर्म के फल अलग है. നമ്മൾ കർമ്മത്തിലും അതിൻ്റെ ഫലത്തിലും വ്യത്യസ്തരാണ്. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മളുടെ ബാഹ്യരൂപത്തിൽ വ്യത്യാസം കാണും. അതേപോലെ നമ്മുടെ ഫലം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജോലി, അതിൻ്റെ എല്ലാം അനുസരിച്ച് നമ്മൾ വ്യത്യസ്തരായിരിക്കും. ഇസ് കാരണം ജന്മ ദേശ രൂപ രംഗ ജാതി ആദി ഭിന്ന ഹോ ജാത്തേ ഹെ. നമ്മൾ ജന്മം കൊണ്ടും ദേശം കൊണ്ടും രൂപം കൊണ്ടും നിറം, ജാതി, പിന്നെ നമ്മുടെ തൊഴിൽ, ഇതെല്ലാം കൊണ്ടും നമ്മൾ വ്യത്യസ്തരായിരിക്കും. ലേക്കിൻ വേദ് ഇസ് ബാത് കാ പ്രമാണ ഹേ കി സാരേ കർമ്മ ആന്തരിക രൂപസേ ഏക ഹി ഹെ. എന്നാൽ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മുടെ എല്ലാം ആന്തരികമായിട്ടുള്ള രൂപം ഒന്ന് തന്നെയാണ്. ലേക്കിൻ വേദ ഇസ് ബാത് കാ പ്രമാണ ഹേ കി സാരേ കർമ്മ ആന്തരിക രൂപസേ ഏക ഹി ഹെ. എന്നാൽ വേദങ്ങൾ ഇതിന് തെളിവാണ്. നമ്മുടെ എല്ലാം കർമ്മങ്ങൾ ആന്തരിക രൂപത്തിൽ ഒന്ന് തന്നെയാണ്. യദി ഭായി ഹി അപ്പനെ ഭായി കാ ദുഃഖ ദൂർ ന കരേ തോ ഇസസെ സ്യാദ അനർത്ഥ അവർ ക്യാ ഹോ സക്താ ഹെ. നമ്മളുടെ സഹോദരൻ്റെ ദുഃഖം മാറ്റുന്നില്ല എങ്കിൽ, അവനെ ദുഃഖത്തിൽ സഹായിക്കുന്നില്ല എങ്കിൽ അതിൽ കൂടുതൽ എന്ത് അനർത്ഥം വരാനാണ്? इसलिए यह समझ लो कि हम यथाशक्ति दूसरों के कष्ट हरें और उन्हें के लिए जिए मरे. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കണം. നമ്മൾക്ക് നമ്മുടെ കഴിവ് പോലെ, യഥാശക്തി നമ്മളുടെ കഴിവ് പോലെ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം മാറ്റിക്കളയാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാവണം.
चलो अभीष्ट मार्ग में सहर्ष खेलते हुए, चलो अभीष्ट मार्ग में सहर्ष खेलते हुए, विपत्ति विघ्न जो पड़े उन्हें ढकेलते हुए, कठे न हेल मेल का बैठे न भिन्नता कभी, आतर्क एक पंथ के सतर्क पंथ होम सभी, तभी समर्थ भाव है कि तारता हुआ तरे, वही मनुष्य है कि जो मनुष्य के लिए मरे. अभीष्ट इच्छित, सहर्ष खुशी से, विपत्ति आपत्ति, ढकेलना दूर फेंकना, अतर्क तर्क से परे, तारता हुआ उद्धार करता हुआ, समर्थ समर्थ शक्तिशाली, तरना पार होना. कवि कहते हैं तुम अपने अभीष्ट मार्ग में आगे बढ़ते जाओ. यदि कोई विपत्ति रास्ते में आ पड़े तो उन्हें दूर टकेलते हुए चले. കവി പറയുന്നത് എന്താണ്? നമ്മളുടെ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ, നമ്മൾ ആഗ്രഹിക്കുന്ന മാർഗത്തിലൂടെ മുന്നേറൂ. यदि कोई विपत्ति रास्ते में आ पड़े तो उन्हें दूर ढकेलते हुए चलो. നമ്മളുടെ ഇഷ്ടമാർഗത്തിൽ കൂടി മുന്നേറുമ്പോൾ എന്തെങ്കിലും ആപത്ത് വഴിയിൽ വന്നാൽ നമ്മളതിൽ പിന്നോട്ട് പോവരുത്. നമ്മൾ ആ ആപത്തിനെ ദൂരെ തട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറണം. ലേക്കിൻ തുമാര ആപ്പസി മേൽജോൽ ന ഘटे, ആപ്പസി ഭിന്നത ന ബെഠെ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നേറുമ്പോൾ നമ്മൾ പരസ്പരമുള്ള ആ ഒരു കൂട്ടുകെട്ട് ഇല്ലാതാക്കരുത്. അതേപോലെ നമ്മൾ പരസ്പരമുള്ള ഭിന്നത കൂട്ടുകയും ചെയ്യരുത്. നമ്മളുടെ സഹോദരന്മാരോടുള്ള ആ ഒരു കൂട്ടുകെട്ട് ഉറപ്പിക്കുകയും ചെയ്യണം. അതേപോലെ മറ്റുള്ളവരോടുള്ള ഭിന്നത, അവരോടുള്ള ആ അകൽച്ച നമ്മൾ കൂട്ടുകയും ചെയ്യരുത്. സബ്കാ രാസ്ത ഏക് ഹി ഹോ, ഇസ് ബാത് മേ കോയി തർക്ക ന ഹോ. ശരിക്കും എല്ലാവരുടെയും മാർഗം ഒന്ന് തന്നെയാണ്, അതിന് വേറെ സംശയമൊന്നുമില്ല. ഐസേ രാസ്തേ പർ തും സതർക്ക് ഹോക്കർ ആകെ ബെഠെ, ऐसे रास्ते पर तुम सतर्क होकर आगे बढ़े. यही कुशलता और होशियारी की बात है कि तुम लोग दूसरों की रक्षा करते हुए आगे बढ़ो. इसलिए मनुष्य वही है जो सहजीवियों के लिए मरे. ऐसे रास्ते पर तुम सतर्क होकर आगे बढ़े. അങ്ങനെയുള്ള ആ വഴിയിലൂടെ നമ്മൾ ഒരു തർക്കവുമില്ലാതെ തർക്കരഹിതരായിട്ട് മുന്നേറണം. അതേപോലെ നമ്മൾ കുശലതയോടും ബുദ്ധിയോടും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ മുന്നേറുമ്പോൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് കൂടെ വേണം നമ്മൾ മുന്നേറാൻ. അങ്ങനെ ഇസ്ലിയെ മനുഷ്യ വഹീഹേ ജോ സഹജീവിയോ കെ ലിയെ മരെ. മനുഷ്യൻ സഹജീവികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവർക്കായിട്ട് മരിക്കാം. അങ്ങനെയുള്ള മനുഷ്യനാണ് സച്ച മനുഷ്യൻ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ